ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. ഞാനിത് പറയുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ദേഷ്യം വരാം. പക്ഷെ എന്ത് ചെയ്യാനാ? എനിക്കിങ്ങനെ ചോദിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു ചെറിയ സമാധാനം എൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ പലപ്പോഴും എല്ലാവർക്കും സുഖമല്ലേ, എല്ലാ പ്രശ്നങ്ങളും ശരിയാകും എന്ന് ചോദിക്കുന്നത്. ഞാൻ ഇനിയും അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളത് കേട്ട് വെറുക്കാനോ അല്ലെങ്കിൽ ദേഷ്യം വരാനോ നിൽക്കരുത്. ഓക്കെ, എന്തായാലും പുതിയ കഥയിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനേ മടി കാണിക്കല്ലേ. കഥയുടെ തുടക്കത്തിൽ തന്നെ അന്ന് വൈകുന്നേരം എൻ്റെ ചെറിയ മുറിയിൽ നിശബ്ദനായിരിക്കുമ്പോൾ മനസ്സൊട്ടും ശാന്തമായിരുന്നില്ല. പുറത്ത് നേരിയ തണുപ്പ് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കൊൽക്കത്തയിലെ തെരുവുകളിൽ പകൽ മുഴുവനുമുള്ള തിരക്കുകൾ അടങ്ങിയിരുന്നു. നഗരത്തിലെ വായുവിൽ വിചിത്രമായൊരു തളർച്ച പടർന്നിരിക്കുന്നത് പോലെ തോന്നി. എന്നാൽ എൻ്റെ ഉള്ളിലെ മനസ്സ് പൂർണ്ണമായും ഉണർന്നിരിക്കുകയായിരുന്നു. കുറേ ദിവസങ്ങളായി നല്ല കേസുകളൊന്നും മുന്നിൽ വന്നിരുന്നില്ല. എനിക്ക് സമാധാനമായി ഇരിക്കാൻ അറിയില്ലെന്ന് എൻ്റെ ഭാര്യ സത്യവതി പലപ്പോഴും ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു. അത് സത്യവുമായിരുന്നു. പരിഹരിക്കപ്പെട്ട ഒരു രഹസ്യം എനിക്ക് കുറച്ച് ദിവസത്തെ വിശ്രമം നൽകുമായിരുന്നു. എന്നാൽ അതിനുശേഷം അസ്വസ്ഥത തിരികെ വരും. അന്ന് വൈകുന്നേരം പെട്ടെന്ന് സത്യവതി വന്ന് ആരോ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മറ്റെന്തെങ്കിലും ചെറിയ ജോലിയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ആ വ്യക്തി മുറിയിലേക്ക് വന്നയുടനെ എൻ്റെ കണ്ണുകൾ അയാളുടെ മുഖത്ത് തറച്ചു നിന്നു. ഉയരമുള്ള, നല്ല ശക്തനായ, വളരെ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച ഒരാൾ. സാധാരണക്കാരിലൊന്നും കാണാത്ത ഒരു പ്രത്യേകതരം ആത്മവിശ്വാസം അയാളുടെ നടത്തത്തിലുണ്ടായിരുന്നു. മുഖത്ത് നേരിയ പുഞ്ചിരി ഉണ്ടായിരുന്നെങ്കിലും കണ്ണുകളിൽ എന്തോ ആഴത്തിലുള്ള ബുദ്ധിമുട്ട് ഒളിഞ്ഞിരിക്കുന്നത് പോലെ തോന്നി. അയാൾ ഇരുന്നയുടനെ ചോദിച്ചു, നിങ്ങളല്ലേ ഓംകേഷ്? എൻ്റെ പേര് ദേവദത്ത്. ആളുകൾ മോഗൻ മെയ്നാക് ഭവൻ എന്ന് വിളിക്കുന്ന ഒരു വലിയ കൊട്ടാരത്തിലാണ് ഞാൻ താമസിക്കുന്നത്. പേര് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. മോഗൻ മെയ്നാക്, ഈ പേര് മുമ്പും പത്രങ്ങളിലും ചർച്ചകളിലും ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഭവനം അതിൻ്റെ ഐശ്വര്യപൂർണമായ അലങ്കാരങ്ങൾക്കും ആഡംബര പാർട്ടികൾക്കും പേര് കേട്ടതായിരുന്നു. അവിടെ വലിയ ഉദ്യോഗസ്ഥരും വ്യാപാരികളും സമൂഹത്തിലെ സ്വാധീനമുള്ളവരും വന്നു പോകാറുണ്ടായിരുന്നു. ദേവദത്ത് കുറച്ചു നേരം നിശബ്ദനായിരുന്നു. മനസ്സിൽ വാക്കുകൾ തിരഞ്ഞെടുക്കുകയാണെന്ന് തോന്നി. പിന്നെ പതുക്കെ പറഞ്ഞു, ഓംകേഷ്, ഞാൻ നിങ്ങളോട് സഹായം ചോദിക്കാനാണ് വന്നത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഞങ്ങളുടെ വീട്ടിൽ വിചിത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഭയമുണ്ട്. ഇത് വെറും യാദർശികതയല്ല, മറിച്ച് ഏതോ ആഴത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഞാൻ ശ്രദ്ധയോടെ അയാളെ നോക്കി. അയാളുടെ മുഖത്ത് ആശങ്കയുടെ വരകൾ വ്യക്തമായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ കുറച്ച് വിശദമായി പറയൂ. അയാൾ ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു, മോഗൻ മെയ്നാക് ഭവൻ എൻ്റെ അമ്മയുടെ തറവാട് വീടാണ്. അച്ഛൻ്റെ മരണശേഷം എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ ചുമലിലായി. വീട് വളരെ വലുതാണ്. വേലക്കാർക്കും പണിക്കാർക്കും കുറവൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഞാനും അമ്മയും ഭാര്യ മൃണാലിയും എൻ്റെ അനിയനും അനിയത്തിയും താമസിക്കുന്നു. കൂടാതെ ബന്ധുക്കളും അതിഥികളും വന്നു പോകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ മാസം മുതൽ വീടിൻ്റെ സമാധാനം തകർക്കുന്ന രീതിയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു. പെട്ടെന്നൊരു വേലക്കാരൻ മരിച്ചു. എല്ലാവരും പറഞ്ഞു ഹൃദയാഘാതം സംഭവിച്ചതാണെന്ന്. എന്നാൽ അയാളുടെ മുഖത്ത് ഭയത്തിൻ്റെയും പരിഭ്രമത്തിൻ്റെയും അടയാളങ്ങൾ ഞാൻ കണ്ടിരുന്നു. പിന്നെ 2 ദിവസം മുമ്പ് കുറച്ച് ദിവസത്തേക്ക് താമസിക്കാമെന്ന് ഞങ്ങളുടെ ഒരു അകന്ന ബന്ധു മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. എല്ലാവരും ഇതും സാധാരണ അസുഖമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇതൊരു സാധാരണ മരണമാണെന്ന് എനിക്കുറപ്പില്ല. അയാളുടെ വാക്കുകൾ കേട്ട് ഞാൻ ആഴത്തിലുള്ള ചിന്തയിലായി. മരണങ്ങൾ പെട്ടെന്ന് സംഭവിക്കുകയും വീട്ടിൽ ഭയത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യുന്നത് വിവേകമുള്ള ഏതൊരാളെയും അസ്വസ്ഥനാക്കും. ഞാൻ ചോദിച്ചു, ഇതൊരു കൊലപാതകമാണെന്നും അപകടമല്ലെന്നും നിങ്ങൾക്ക് തോന്നാൻ കാരണമെന്താണ്? ദേവദത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, കാരണം 2 തവണയും ഞാൻ അടുത്തുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളിൽ ഞാൻ കണ്ട ഭയവും ഭീതിയും ഒരു അസുഖത്തിൻ്റേതായിരുന്നില്ല. എല്ലാത്തിനുമുപരി 2 മരണങ്ങളും നടന്നത് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ആഡംബരമുള്ള മുറിയായ ഗോൾഡൻ റൂമിൽ വച്ചാണ്. ഞാൻ അത്ഭുതത്തോട് ചോദിച്ചു, ഗോൾഡൻ റൂമോ? അയാൾ പതുക്കെ പറഞ്ഞു, ഞങ്ങളുടെ ഭവനത്തിലെ ഏറ്റവും മനോഹരമായ മുറി. ഭിത്തികളിൽ സ്വർണം പതിപ്പിച്ചതും തറയിൽ വില കൂടിയ മാർബിൾ കൊത്തുപണികളുള്ളതും തൂക്കുവിളക്കുകളും തിരശീലകളും എല്ലാം വൈഭവം നിറഞ്ഞതാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികളെ താമസിപ്പിക്കുന്നത് ആ മുറിയിലാണ്. എന്നാൽ ഇപ്പോൾ ആ മുറി ഏതോ രഹസ്യത്തിൻ്റെ താവളമായി മാറിയിരിക്കുന്നു.
ഞാൻ നിശബ്ദനായി കേട്ടുകൊണ്ടിരുന്നു. ദേവദത്ത് തുടർന്നു. പോലീസിനോട് സംസാരിക്കാൻ ഞാൻ ആലോചിച്ചിരുന്നു. എന്നാൽ കുടുംബത്തിൻ്റെ അന്തസ്സും പേരും ഭയന്ന് ഞാനത് വേണ്ടെന്ന് വെച്ചു. നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഓംകേഷ്, ഇത്രയും വലിയ വീടും സമൂഹത്തിൽ ഇത്രയും വലിയ പേരുമുള്ളപ്പോൾ ഈ കാര്യം പുറത്തറിഞ്ഞാൽ ആളുകൾ എന്തു പറയും? എന്നാൽ ഈ പരമ്പര അവസാനിച്ചില്ലെങ്കിൽ അടുത്തത് ഞങ്ങളിൽ ആരുടെയെങ്കിലും ഊഴമായിരിക്കും. അയാളുടെ വാക്കുകളിൽ പരിഭ്രാന്തി ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം എനിക്ക് അയാളെ സഹായിക്കാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസവും ഉണ്ടായിരുന്നു. ഞാൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, ശരി, ഞാൻ നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്നോടൊന്നും മറച്ചു വെക്കരുത്. അത് വീടിനുള്ളിലെ കാര്യമായാലും പുറത്തെ കാര്യമായാലും. ദേവദത്ത് ഉടൻ സമ്മതിച്ചു. അയാൾ പോയപ്പോൾ ഞാൻ കുറേ നേരം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഓംകേഷ് ബക്ഷിയുടെ ജീവിതം ഇങ്ങനെയുള്ള രഹസ്യങ്ങളിൽ ചുറ്റിപ്പണഞ്ഞതായിരുന്നു. ഇത്തവണ കേസ് വെറുമൊരു രഹസ്യമല്ല, മറിച്ച് ഐശ്വര്യത്തോടും അധികാരത്തോടും ബന്ധപ്പെട്ട ഒന്നാണെന്ന് എനിക്ക് തോന്നി. ശക്തിയും സമ്പത്തും എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഇഴചേർന്നിരിക്കുമ്പോൾ സത്യത്തിലേക്ക് എത്തുക എന്നത് കൂടുതൽ പ്രയാസകരമാണ്. അടുത്ത ദിവസം രാവിലെ ഞാൻ അജിത്തിനൊപ്പം മോഹൻ മൈനാക് ഭവനത്തിലെത്തി. അജിത്ത് എപ്പോഴും ആവേശത്തിലായിരുന്നു, ഒരുപക്ഷെ അല്പം അസ്വസ്ഥനും. ഞങ്ങളുടെ വണ്ടി ഭവനത്തിൻ്റെ കൂറ്റൻ ഗേറ്റിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഞാനൊന്ന് നിന്നുപോയി. മുന്നിൽ നിൽക്കുന്ന കെട്ടിടം കണ്ടാൽ തന്നെ അത്ഭുതം തോന്നും. വലിയ തൂണുകൾ, വീതിയുള്ള വരാന്തകൾ, നിറമുള്ള ഗ്ലാസുകൾ വച്ച ജനലുകൾ, വാതിലുകളിൽ കനമുള്ള കുത്തുപണികൾ. ഇതൊരു വീട് മാത്രമായിരുന്നില്ല, മറിച്ച് ഏതെങ്കിലും സാമ്രാജ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് തോന്നിയത്. ഞങ്ങൾ അകത്തെത്തിയപ്പോൾ വേലക്കാർ വണങ്ങിക്കൊണ്ട് സലാം പറഞ്ഞു ഞങ്ങളെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ അലങ്കാരങ്ങൾ കണ്ട അജിത്ത് പതുക്കെ മന്ത്രിച്ചു, എൻ്റെ ദൈവമേ, ഇത്രയും ഐശ്വര്യം ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വൈഭവം പലപ്പോഴും സത്യത്തെ മറച്ചു വയ്ക്കാറുണ്ട്. അജിത്ത് ഓർക്കുക, തിരശ്ശീല എത്ര തിളക്കമുള്ളതാണോ അതിൻ്റെ പിന്നിൽ അത്രയും ഇരുട്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദേവദത്ത് വന്നു. കൂടെ അയാളുടെ ഭാര്യ മൃണയും ഉണ്ടായിരുന്നു. മൃണയുടെ വ്യക്തിത്വം മുറിയിലെ അന്തരീക്ഷത്തെ പെട്ടെന്ന് മാറ്റിമറിച്ചു. ഉയരമുള്ള രൂപം, ആഴമുള്ള കണ്ണുകൾ, ആത്മവിശ്വാസം നിറഞ്ഞ മുഖം. അവൾ വളരെ വിനയത്തോടെ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ഓംകേഷ്. സത്യം നിങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ തല കുനിച്ചു പറഞ്ഞു, സത്യത്തിൽ നിന്നും രക്ഷപ്പെടുക പ്രയാസമാണ് മാഡം. അത് എത്ര ആഴത്തിൽ കുഴിച്ചു മൂടിയാലും ശരി. പിന്നീട് ഞങ്ങൾക്ക് ഗോൾഡൻ റൂം കാണിച്ചു തന്നു. വാതിൽ തുറന്നപ്പോൾ കണ്ണുകൾ അഞ്ചിപ്പോയി. സ്വർണ്ണപ്പണികൾ, വില കൂടിയ പരവതാനികൾ, വലിയ തൂക്കുവിളക്കുകൾ, ഭിത്തികളിലെ ചിത്രപ്പണികൾ. മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരുതരം തണുപ്പ് അനുഭവപ്പെട്ടു. ഈ തിളക്കത്തിന് പിന്നിൽ എന്തോ അദൃശ്യമായ ഭയം പതുങ്ങിയിരിക്കുന്നത് പോലെ. ഞാൻ ഓരോ മൂലയും സൂക്ഷ്മമായി പരിശോധിച്ചു. ജനലുകൾ പുറത്തെ പൂന്തോട്ടത്തിലേക്ക് തുറക്കുന്നവയായിരുന്നു. വാതിൽ ബലമുള്ളതും ഭാരമുള്ളതുമായിരുന്നു. മുറിയിൽ 2 വലിയ കട്ടിലുകളും അലമാരകളും ഉണ്ടായിരുന്നു. തറയുടെ ഒരു ഭാഗത്ത് എന്തോ വലിച്ചഴിച്ചതുപോലെയുള്ള പോറലുകൾ ഞാൻ കണ്ടു. ഞാൻ ഉടൻ അത് കുറിച്ചു വെച്ചു. ദേവദത്തിനോട് ചോദിച്ചു, ഈ പോറലുകളുടെ കാരണമറിയാമോ? അയാൾ കുറച്ചു നേരം നിശബ്ദനായി നിന്നു. പിന്നെ പറഞ്ഞു, എനിക്കറിയില്ല. പക്ഷേ ഈ സ്ഥലത്താണ് ഞങ്ങളുടെ ബന്ധു മരിച്ച നിലയിൽ കാണപ്പെട്ടത്. മുറിയുടെ തിളക്കത്തിനിടയിൽ ആ പോറലുകളിൽ എന്തോ ഒരു പറയാത്ത കഥ ഒളിഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഈ ഭവനത്തിൽ അലങ്കാരങ്ങൾ മാത്രമല്ല, രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവ ഓരോന്നായി നീക്കി സത്യം പുറത്തു കൊണ്ടുവരിക എന്നത് ഇപ്പോൾ എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ അജിത്തിനെ നോക്കി. ഓരോ പുതിയ കേസിലും കാണുന്ന അതേ ആകാംക്ഷ അയാളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. ഈ കളി എളുപ്പമാവില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. ഇവിടെ തിളങ്ങുന്ന ഓരോ മുഖത്തിന് പിന്നിലും ഒരുപക്ഷെ ഒരു ഇരുട്ട് മറഞ്ഞിരിക്കുന്നുണ്ടാകാം. ആ ഇരുട്ടിൽ എനിക്ക് കൊലയാളിയുടെ നിഴൽ കണ്ടെത്തേണ്ടതുണ്ട്. അന്ന് വൈകുന്നേരം ഞാൻ എന്നോട് തന്നെ വാഗ്ദാനം ചെയ്തു, എത്ര പ്രയാസകരമായാലും മോഹൻ മൈനാക് ഭവനത്തിന് പിന്നിലെ രഹസ്യം ഞാൻ പുറത്തു കൊണ്ടുവരും. കാരണം സത്യമാണ് എൻ്റെ ആയുധം. നുണ എത്ര അലങ്കരിച്ചു വെച്ചാലും അതിൻ്റെ ആയുസ് കുറവായിരിക്കും. മോഹൻ മൈനാക് ഭവനത്തിലെ ആ ആദ്യ പ്രഭാതം എനിക്ക് അപൂർവമായ ഒന്നായിരുന്നു. ഞാൻ എൻ്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ കൊട്ടാരത്തിൻ്റെ ഗാംഭീര്യം കണ്ണുകളെ അഞ്ചിപ്പിക്കുന്നതായിരുന്നു. വലിയ ഇടനാഴികൾ, ഉയർന്ന മേൽക്കൂരകൾ, നിറപ്പകിട്ടുള്ള തൂക്കുവിളക്കുകൾ, ഭിത്തികളിൽ തൂങ്ങിക്കിടക്കുന്ന വലിയ പെയിന്റുകൾ. എല്ലാ സ്ഥലത്തു നിന്നും ഐശ്വര്യം ഒഴുകുകയായിരുന്നു. എന്നാൽ ഈ ഭവനം പുറത്തു നിന്നും എത്രത്തോളം തിളങ്ങുന്നുവോ അത്രത്തോളം ഉള്ളിൽ ഒരു അജ്ഞാത ഭയം പടർന്നു കിടന്നിരുന്നു. ഞാൻ പ്രാതൽ കഴിക്കാനെത്തിയപ്പോൾ കുടുംബം മുഴുവനും അവിടെ ഉണ്ടായിരുന്നു. ദേവദത്തിൻ്റെ അമ്മ, പ്രായമായൊരു സ്ത്രീ, സാരിയിൽ വളരെ ഗൗരവത്തോടെ ഇരിക്കുന്നു.
മുഖത്ത് പ്രായത്തിൻ്റെ അടയാളങ്ങളുണ്ടെങ്കിലും കണ്ണുകളിൽ ഇപ്പോഴും കടുത്ത അച്ചടക്കം നിഴലിക്കുന്നുണ്ടായിരുന്നു. ഈ വീട് ഇന്നും അവരുടെ ആജ്ഞാനുസരണമാണ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നി. ദേവദത്തിൻ്റെ ഭാര്യ മൃണാൾ അവിടെ ശാന്തമായി ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒളിപ്പിച്ചു വെച്ച സമ്മർദ്ദം അനുഭവപ്പെട്ടിരുന്നു. ദേവദത്തിൻ്റെ അനിയൻ സുധാൻഷുവും അവിടെ ഉണ്ടായിരുന്നു. മെലിഞ്ഞ ശരീരവും അല്പം അസ്വസ്ഥതയുള്ള കണ്ണുകളുമുള്ളൊരു യുവാവ്. അയാൾ എന്നെ ചിരിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തു. പക്ഷേ പുഞ്ചിരി അല്പം കൃത്രിമമാണെന്ന് തോന്നി. കുടുംബത്തിലെ മറ്റു ചില ബന്ധുക്കളും അതിഥികളും ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ഭവനത്തിൽ ആരെല്ലാം സ്ഥിരമായി താമസിക്കുന്നവരാണെന്നും ആരെല്ലാം അതിഥികളാണെന്നും മനസ്സിലാക്കുക പ്രയാസമായിരുന്നു. പ്രാതലിനിടയിലുള്ള സംസാരം സാധാരണമായിരുന്നു. എന്നാൽ ഓരോ മുഖത്തും പറയാത്തൊരു ഭയം എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. എല്ലാവരും പുറമേ ചിരിച്ചും സംസാരിച്ചും ഇരുന്നുവെങ്കിലും ഉള്ളിലെന്തോ മറച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു. പ്രാതലിൻ്റെ ശേഷം ദേവദത്തിനെ കൊട്ടാരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി. അയാൾ പറഞ്ഞു, നിങ്ങൾ വീട് മുഴുവൻ കാണണം. എങ്കിൽ മാത്രമേ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഞങ്ങൾ വലിയ പടികൾ കയറി. മുകളിലത്തെ നിലയിലെ മുറികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവയായിരുന്നു. അവിടുത്തെ അന്തരീക്ഷം താഴത്തെ നിലയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അല്പം തണുപ്പുള്ളതും ഭാരമുള്ളതുമായ അന്തരീക്ഷം. ഭിത്തികളിൽ വർഷങ്ങളായി എന്തോ രഹസ്യങ്ങൾ അടക്കി പിടിച്ചു വച്ചിരിക്കുന്നത് പോലെ. കഴിഞ്ഞ മാസം മരിച്ച വേലക്കാരൻ ഇവിടെ മുകളിലത്തെ ഒരു മുറിയിലായിരുന്നു താമസിച്ചിരുന്നതെന്ന് ദേവദത്ത് പറഞ്ഞു. അയാൾ എനിക്ക് ആ മുറി കാണിച്ചു തന്നു. വാതിൽ തുറന്നപ്പോൾ തന്നെ പഴകിയൊരു ഗന്ധം അനുഭവപ്പെട്ടു. മുറി സാധാരണമായിരുന്നു, എന്നാൽ അവിടുത്തെ വായു വിചിത്രമായ രീതിയിൽ ഭാരമുള്ളതായി തോന്നി. ഞാൻ ചുറ്റും നോക്കി. ഭിത്തിയുടെ മൂലയിൽ പൊടി പിടിച്ചിരിക്കുന്നു. ഒരു സ്ഥലത്ത് പരവതാനിയിൽ കറ വീണിരിക്കുന്നു. ഞാൻ കുനിഞ്ഞു നോക്കി. അത് പഴയ രക്തക്കറയായിരുന്നു. ഞാൻ ഉടൻ ചോദിച്ചു, ഈ മുറിയിൽ പരിശോധന നടത്തിയിരുന്നോ? ദേവദത്ത് തലയാട്ടി പറഞ്ഞു, ഇല്ല. വേലക്കാരൻ മരിച്ചത് ഹൃദയാഘാതം മൂലമാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു. പോലീസിനെ വിളിക്കുന്നത് ശരിയല്ലെന്ന് കരുതി കുടുംബം ബോധപൂർവം ഈ കാര്യം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ ആദ്യ സൂചനയാണിതെന്ന് ഞാൻ ചിന്തിച്ചു. ഞങ്ങൾ താഴേക്കെത്തിയപ്പോൾ അജിത്ത് സ്വീകരണ മുറിയിൽ ചില വേലക്കാരോട് സംസാരിക്കുകയായിരുന്നു. വേലക്കാർ ഭയന്നിരിക്കുകയാണെന്നും ആരും ഒന്നും തുറന്നു പറയുന്നില്ലെന്നും അജിത്ത് എന്നോട് പതുക്കെ പറഞ്ഞു. എന്നാൽ കൊട്ടാരത്തിൽ എന്തോ അശുഭമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ദേവദത്തിൻ്റെ മുഖത്ത് ഞാൻ ആദ്യം കണ്ട അതേ ഭയം ആ വേലക്കാരുടെ കണ്ണുകളിലും ഞാൻ കണ്ടു. ഈ ഭയം വെറും അന്ധവിശ്വാസത്തിൻ്റേതല്ലായിരുന്നു. അതിൽ സത്യത്തിൻ്റെ മണമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ തനിച്ച് ഗോൾഡൻ റൂമിലേക്ക് പോയി. മുറിയുടെ വാതിൽ അടച്ച് പതുക്കെ ഓരോ സ്ഥലവും പരിശോധിച്ചു. ഭിത്തികളിലെ ചിത്രപ്പണികൾ ഞാൻ സൂക്ഷ്മമായി നോക്കി. എവിടെയെങ്കിലും രഹസ്യവാതിലുകളോ സൂചനകളോ ഉണ്ടോ എന്ന് പരിശോധിച്ചു. തറയിൽ നേരത്തെ കണ്ട പോറലുകൾ വീണ്ടും ശ്രദ്ധിച്ചു. ഭാരമുള്ളൊരു അലമാര നീക്കിയതുപോലെ തോന്നി. ഞാൻ പതുക്കെ അലമാര പരിശോധിച്ചു. അലമാരയുടെ പുറകിൽ തട്ടി നോക്കിയപ്പോൾ ഒരു പൊള്ളയായ ശബ്ദം കേട്ടു. അതായത് അവിടെ എന്തോ ഒരു രഹസ്യഭാഗമുണ്ടാകാം. എന്നാൽ അത് തുറക്കാനുള്ള വഴി എനിക്ക് ഉടനെ കണ്ടെത്താനായില്ല. ഈ രഹസ്യം ഇപ്പോൾ രഹസ്യമായി തന്നെ വയ്ക്കാമെന്നും രാത്രിയിൽ വന്ന് വീണ്ടും പരിശോധിക്കാമെന്നും ഞാൻ തീരുമാനിച്ചു. വൈകുന്നേരമായപ്പോഴേക്കും കൊട്ടാരത്തിൽ തിരക്ക് വർദ്ധിച്ചു. ഇന്ന് രാത്രി ഭവനത്തിൽ ഒരു ചെറിയ വിരുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആളുകൾ അവരുടെ യഥാർത്ഥ മുഖം എളുപ്പത്തിൽ പ്രകടിപ്പിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. രാത്രിയായപ്പോൾ ഭവനത്തിലെ അന്തരീക്ഷം മാറി. വലിയ തൂക്കുവിളക്കുകൾ തെളിഞ്ഞു. വേലക്കാർ ഓടി നടന്ന് പണിയെടുത്തു. അതിഥികൾ നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ചിരിച്ചും സംസാരിച്ചും എത്തി. പുറത്തെ പൂന്തോട്ടത്തിൽ സംഗീതം പതുക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാം വൈഭവം നിറഞ്ഞതായിരുന്നു. എന്നാൽ എൻ്റെ കണ്ണുകൾ കുടുംബാംഗങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. മൃണാൾ ഓരോ അതിഥിയോടും പുഞ്ചിരിയോടെയാണ് സംസാരിച്ചിരിക്കുന്നതെങ്കിലും അവരുടെ കണ്ണുകൾ തുടർച്ചയായി സുധാൻഷുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദേവദത്ത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അയാൾ ചോദിച്ചു, ഓംകേഷ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് വെറും ഒരു തോന്നലാണോ അതോ സത്യത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ശാന്തമായി പറഞ്ഞു, തോന്നലിനും സത്യത്തിനും ഇടയിലുള്ള വര വളരെ നേർത്തതാണ്. ഉടൻ തന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. രാത്രി ഒരുപാട് വൈകി. വിരുന്നതിൻ്റെ അവസാനത്തിലായിരുന്നു. പെട്ടെന്ന് മുകളിൽ നിന്നും ഒരു നിലവിളി കേട്ടു. കൊട്ടാരം മുഴുവനും നിശബ്ദമായി. അതിഥികളുടെ മുഖത്ത് ഭയം പടർന്നു. എല്ലാവരും ഓടി മുകളിലേക്ക് പോയി. ഞാൻ എല്ലാവർക്കും മുന്നിലായിരുന്നു. ഗോൾഡൻ റൂമിലെത്തിയപ്പോൾ വാതിൽ പകുതി തുറന്നു കിടക്കുകയായിരുന്നു. ഉള്ളിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. മുറിയുടെ നടുവിൽ സുധാൻഷു നിലത്ത് വീണ് കിടക്കുന്നു. മുഖം വിളറിയിരിക്കുന്നു.
കണ്ണുകൾ തുറന്നിരിക്കുന്നു, ചുണ്ടുകളിൽ നുരയും പതയും. അയാളുടെ അടുത്ത് തന്നെ പൊട്ടിയൊരു ഗ്ലാസ് കിടപ്പുണ്ടായിരുന്നു. ദേവദത്ത്, സുധാൻശു എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ഓടി. എന്നാൽ ഞാൻ ഉടൻ കുനിഞ്ഞ് അയാളുടെ നാഡി പരിശോധിച്ചു. ആ നാഡിപിടിപ്പ് നിലച്ചിരുന്നു. മുറിയിൽ മുഴുവനും ബഹളമായി. മൃണാൽ പൊട്ടിക്കരഞ്ഞു. അതിഥികൾ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രിക്കാൻ തുടങ്ങി. ഞാൻ ചുറ്റും കണ്ണോടിച്ചു. മുറിയിൽ അതേ തണുപ്പ് പടർന്നിരിക്കുന്നു. ഗ്ലാസ്സിലെ ദ്രാവകം മണത്തു നോക്കിയപ്പോൾ എനിക്ക് നേരിയ രൂക്ഷഗന്ധം അനുഭവപ്പെട്ടു. അതൊരു വിഷത്തിൻ്റെതായിരുന്നു. ഞാൻ പതുക്കെ പറഞ്ഞു, ഇതൊരു സാധാരണ മരണമല്ല, ഇത് കൊലപാതകമാണ്. ദേവദത്ത് എന്നെ നോക്കി. അയാളുടെ കണ്ണുകളിൽ ഭയവും ദേഷ്യവും ഉണ്ടായിരുന്നു. പക്ഷെ ഇതെങ്ങനെ സാധ്യമാകും? ഇത്രയും ആളുകൾക്കിടയിൽ ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ മുറിയിലെ ജനലുകളും വാതിലുകളും പരിശോധിച്ചു. എല്ലാം ഉള്ളിൽ നിന്നും അടച്ചിരിക്കുകയായിരുന്നു. അതായത് ഇതൊരു അടച്ചിട്ട മുറിയിലെ കൊലപാതകമാണ്. മോഹൻ മൈനാക്ക് ഭവനിലെ രഹസ്യം കൂടുതൽ ആഴത്തിലുള്ളതാണെന്ന് ഇപ്പോൾ വ്യക്തമായി. ഇത്തവണ ഇരയായത് കുടുംബത്തിലെ തന്നെ ഒരു അംഗമാണ്. ഇനി ഈ കേസ് കുടുംബത്തിൻ്റെ അന്തസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഈ സത്യം പുറത്തു കൊണ്ടുവരിക എന്നത് എൻ്റെ ഉത്തരവാദിത്തം മാത്രമല്ല, ഒരാവശ്യമായി മാറിയിരിക്കുന്നു. കാരണം കൊലയാളി ഈ ഭവനത്തിലെ ഭിത്തികൾക്കുള്ളിൽ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. അയാളെ പിടികൂടുന്നത് വരെ ആരും സുരക്ഷിതരല്ല. സുധാൻശുവിൻ്റെ പെട്ടെന്നുള്ള മരണം മോഹൻ മൈനാക്ക് ഭവനത്തിൻ്റെ അടിത്തറ ഇളക്കി. കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ചിരിയും കളിയും സംഗീതവും കൊണ്ട് മുഖരിതമായിരുന്ന വിരുന്നിപ്പോൾ നിശബ്ദതയിലേക്ക് മാറി. അതിഥികൾ പരസ്പരം സംശയത്തോടെ നോക്കാൻ തുടങ്ങി. ചിലർ വാതിലിൻ്റെ അടുത്തേക്ക് ഓടി. മറ്റു ചിലർ മൂലയിൽ പേടിച്ചു വിറച്ചു നിന്നു. വേലക്കാർ പരിഭ്രമിച്ച് ഓടി നടന്നു. ആ ബഹളത്തിൻ്റെ ഇടയിൽ ഞാൻ നിലത്ത് കിടക്കുന്ന സുധാൻശുവിൻ്റെ ഡെഡ് ബോഡി നോക്കി നിന്നു. ഞാനുടൻ അജിത്തിനെ ആംഗ്യം കാട്ടി വിളിച്ചു. ആരെയും മുറിയിൽ നിന്നും പുറത്തു പോകാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞു. അജിത്ത് അത് മനസ്സിലാക്കാൻ വാതിലിനടുത്ത് നിന്നു. അയാളുടെ മുഖത്ത് ഞെട്ടലുണ്ടായിരുന്നുവെങ്കിലും ശീലമനുസരിച്ച് അയാൾ സ്വയം നിയന്ത്രിച്ചു. ദേവദത്ത് സഹോദരൻ്റെ അടുത്തിരുന്ന് അയാളെ കുലുക്കി വിളിക്കുകയാണ്. എങ്ങനെയെങ്കിലും അയാളെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ. അയാളുടെ കണ്ണുകളിൽ കണ്ണുനീരും നിസ്സഹായമായ ദേഷ്യവും ഉണ്ടായിരുന്നു. മറുനാൾ കരഞ്ഞു കരഞ്ഞ് ബോധരഹിതയാവാൻ തുടങ്ങിയിരിക്കുന്നു. വേലക്കാർ അവരെ താങ്ങി പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ഞാൻ തടഞ്ഞു. ആരും പുറത്തു പോകില്ല. ഞാൻ പറയുന്നത് വരെ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണം. മുറിയിൽ കടുത്ത സമ്മർദ്ദമായിരുന്നു. സുധാൻശു കുടിച്ചിരുന്ന ഗ്ലാസ് ഞാൻ പതുക്കെ എടുത്തു. ഗ്ലാസിൻ്റെ വശങ്ങൾ പൊട്ടിയിരുന്നു. ഉള്ളിലൽപ്പം ദ്രാവകം ബാക്കിയുണ്ടായിരുന്നു. ഞാൻ മണത്തു നോക്കി. നേരിയ രൂക്ഷഗന്ധമുണ്ടായിരുന്നു. ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് വ്യക്തം. ഞാൻ എല്ലാവരെയും നോക്കി ശാന്തമായി പറഞ്ഞു, ശ്രദ്ധിക്കൂ, ഇതൊരു സാധാരണ മരണമല്ല, ഇതൊരു കൊലപാതകമാണ്. കൊലയാളി ഇവിടെ തന്നെയുണ്ട്. എൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മുറിയിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു. ചിലർ അസ്വസ്ഥരായി മന്ത്രിച്ചു. ഞാൻ ചില കാര്യങ്ങൾ ഉടൻ കുറിച്ചു വച്ചു. 1. സുധാൻശു മദ്യപിച്ചിരുന്നു. 2. ഗ്ലാസ് അയാളുടെ കയ്യിലായിരുന്നു. അതായത് വിഷം കുടിക്കുന്ന വസ്തുവിൽ നേരിട്ട് കലർത്തിയതാണ്. 3. മുറിയുടെ വാതിൽ ഉള്ളിൽ നിന്നും അടച്ചിരിക്കുകയായിരുന്നു. അതായത് ഈ കൊലപാതകം അടച്ചിട്ട മുറിയിൽ നടന്നു എന്നർത്ഥം. ഞാൻ ആദ്യം മേശപ്പുറത്തിരുന്ന കുപ്പികൾ എടുത്ത് പരിശോധിച്ചു. ഒരു കുപ്പിയിൽ മദ്യം ബാക്കിയുണ്ടായിരുന്നു. ഞാൻ തുറന്നു മണത്തു നോക്കി. അത് സാധാരണമായിരുന്നു. അതായത് വിഷം കുപ്പിയിലല്ല, മറിച്ച് നേരിട്ട് ഗ്ലാസ്സിലാണ് ഒഴിച്ചത്. അതിൻ്റെ അർത്ഥം ആരോ അവസരം നോക്കി സുധാൻശുവിൻ്റെ ഗ്ലാസ്സിൽ വിഷം കലർത്തി. ഇനി ചോദ്യം, അത് ആരാണെന്നാണ്. ഞാൻ പതുക്കെ ചോദിച്ചു. സുധാൻശു ഗ്ലാസ് എടുത്തപ്പോൾ അയാളുടെ ഏറ്റവും അടുത്ത് ആരാണ് ഉണ്ടായിരുന്നത്? ചില അതിഥികൾ പറഞ്ഞു, അയാൾ തന്നെയാണ് ഗ്ലാസ് എടുത്തത്. ചിലർ പറയുന്നു അയാൾ മേശപ്പുറത്ത് നിന്നാണ് എടുത്തത്. എന്നാൽ കൃത്യമായി പറഞ്ഞാൽ അവിടെ ആ ഗ്ലാസ് ആരാണ് വെച്ചതെന്ന് ആർക്കും ഓർമ്മയില്ല. ഞാൻ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കി. ഭയം, സംശയം, അസ്വസ്ഥത എന്നിവ എല്ലാവരിലും ഉണ്ടായിരുന്നു. എന്നാൽ ഒരാളുടെ കണ്ണുകളിൽ മാത്രം വിചിത്രമായൊരു തണുപ്പുണ്ടായിരുന്നു. ഇതൊന്നും കണ്ടിട്ട് അയാൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുപോലെ. ആ മുഖം ഞാൻ ഉടൻ മനസ്സിൽ കുറിച്ചു. ഇതിനിടയിൽ ദേവദത്ത് എന്നെ നോക്കി പറഞ്ഞു, ഓംകേഷ്, ദയവായി എന്തെങ്കിലും ചെയ്യൂ. ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യം പുറത്തു വന്നില്ലെങ്കിൽ ഈ ഭവനം ശപിക്കപ്പെട്ടതാണെന്ന് ആളുകൾ പറയും. ഞാൻ ശാന്തമായി പറഞ്ഞു, ദേവദത്ത്, ശാപം എന്നൊന്നില്ല. സത്യം എപ്പോഴും മനുഷ്യൻ്റെ കൈകളിൽ നിന്നുണ്ടാവുന്നതും മനുഷ്യൻ്റെ ബുദ്ധിയിൽ മറച്ചു വയ്ക്കപ്പെടുന്നതുമാണ്. കൊലയാളി നമുക്കിടയിൽ തന്നെയുണ്ട്. നമുക്ക് ക്ഷമ വേണം. അന്ന് രാത്രി പരിശോധന പൂർത്തിയാക്കുന്നതുവരെ ഡെഡ് ബോഡി അവിടെ തന്നെ വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു.
ആരും മുറിയിൽ കയറി കൃത്രിമം കാണിക്കാതിരിക്കാൻ ഞാൻ വാതിലിലും ജനലിലും മുദ്ര പതിപ്പിച്ചു. രാവിലെ ആയപ്പോൾ ഞാൻ അജിത്തിനോട് നഗരത്തിലുള്ള തൻ്റെ പരിചയക്കാരനായ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. എനിക്ക് വിശ്വാസമുള്ള ഡോക്ടർ ഘോഷൽ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിലെത്തി. അദ്ദേഹം ഡെഡ് ബോഡി പരിശോധിച്ച് ഇതൊരു വിഷം ഉള്ളിൽ ചെന്നുള്ള മരണമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത് പെട്ടെന്ന് ഫലം തരുന്ന വിഷമായിരുന്നു, സ്ട്രൈക്കിനിൻ പോലെയുള്ള വീര്യമുള്ള ഒന്ന്. ഞാൻ ചോദിച്ചു, ഈ വിഷം ഭക്ഷണത്തിലൂടെയോ പാനീയത്തിലൂടെയോ മാത്രമേ ഫലിക്കൂവല്ലേ? അദ്ദേഹം മറുപടി നൽകി, അതെ, ഇത് വളരെ പെട്ടെന്ന് പ്രവർത്തിക്കും. ഗ്ലാസ്സിലെ മദ്യത്തിൽ കലർത്തിയതാകണം. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. ഞാൻ കുടുംബാംഗങ്ങളെ സ്വീകരണ മുറിയിൽ വിളിപ്പിച്ചു. എല്ലാവരുടെയും മുഖത്ത് തളർച്ചയും ഭയവും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നോക്കൂ, ഈ രഹസ്യം ഇനി മറച്ചു വയ്ക്കാനാവില്ല. പോലീസിനെ വിവരമറിയിക്കേണ്ടി വരും. എന്നാൽ അതിനു മുമ്പ് നിങ്ങളോട് അവസാനമായൊരു കാര്യം ചോദിക്കാനുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കാണുകയോ മറ്റോ ചെയ്തിരുന്നോ? നിശബ്ദത പടർന്നു. ആരും ഒന്നും പറയാൻ തയ്യാറായില്ല. പെട്ടെന്ന് മൃണാൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, ഇന്നലെ രാത്രി സുധാൻഷു ഗ്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് മടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതിലെന്തോ വിചിത്രമായ മണം അനുഭവപ്പെട്ടതുപോലെ തോന്നി. എന്നാൽ ഇത് ശരിക്കുള്ള മദ്യത്തിൻ്റെ രുചിയാണെന്ന് തമാശയായി പറഞ്ഞ് അയാളത് കുടിച്ചു. ഇത് കേട്ടപ്പോൾ ഞാൻ ശ്രദ്ധാലുവായി. അതായത് സുധാൻഷുവിന് ചെറിയൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അയാളത് കാര്യമാക്കിയില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും ആ ഗ്ലാസ്സിൽ തൊട്ടിരുന്നോ? ദേവദത്ത് ഉടൻ പറഞ്ഞു, ഇല്ല, അയാൾ തന്നെയാണ് എടുത്തതും. ഈ മറുപടി പറയുമ്പോൾ ദേവദത്തിൻ്റെ അമ്മയുടെ മുഖം അല്പം കർക്കശമായത് ഞാൻ ശ്രദ്ധിച്ചു. അവർ ഏതോ വലിയ ആശങ്കയിലാണെന്ന് തോന്നി. അന്ന് ഗോൾഡൻ റൂമിൻ്റെ ഓരോ മൂലയും സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞാൻ തീരുമാനിച്ചു. അജിത്തിൻ്റെ സഹായത്തോടെ അലമാര നീക്കാൻ ശ്രമിച്ചു. ശരിക്കും പുറകിലൊരു ചെറിയ പൊള്ളയായ ഭാഗം കണ്ടെത്തി. എന്നാൽ അവിടെ പൊടിയും ചെലന്തിവലയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തെളിവുകളൊന്നുമില്ല. എന്നാൽ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. തറയുടെ അടിയിൽ ഒരു ചെറിയ വിള്ളലുണ്ടായിരുന്നു. അടിയിൽ ഏതോ രഹസ്യാറ ഉണ്ടെന്ന് തോന്നി. ഇതിപ്പോൾ ഞാൻ ആരോടും പറഞ്ഞില്ല. രാത്രിയിൽ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയപ്പോൾ ഞാൻ രഹസ്യമായി ആ ഗോൾഡൻ റൂമിലേക്ക് തിരിച്ചുപോയി. വിളക്കിൻ്റെ വെളിച്ചത്തിൽ തറയിലെ ആ വിള്ളൽ ഞാൻ ശ്രദ്ധിച്ചു. ഇതൊരു രഹസ്യ വഴിയുടെ സൂചനയാണെന്ന് ഉറപ്പിച്ചു. അടുത്ത ദിവസം പകൽ വെളിച്ചത്തിൽ ഇത് തുറക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നാൽ ആ നിമിഷം പുറകിൽ നിന്നും ഒരു ചെറിയ ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിലിൻ്റെ അടുത്ത് ഒരു നിഴൽ കണ്ടു. ആരോ നിശബ്ദനായി എന്നെ നിരീക്ഷിക്കുകയായിരുന്നു. അയാൾ ഉടൻ ഓടിപ്പോയി. ഞാൻ ഓടിച്ചെന്ന് വാതിൽ തുറന്നെങ്കിലും ഇടനാഴി ശൂന്യമായിരുന്നു. കാറ്റിൻ്റെ ഒരു ചെറിയ അനക്കം മാത്രം അവിടെ ബാക്കിയായി. ഈ മുറിയുടെ സത്യം ഞാൻ അറിയരുതെന്ന് ആരോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ അർത്ഥം ഞാൻ ശരിയായ ദിശയിലാണ് നീങ്ങുന്നതെന്നാണ്. അന്ന് രാത്രി കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ഞാൻ മനസ്സിലൊരു കാര്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കൊലയാളി ഈ വീട്ടിൽ തന്നെയുണ്ട്. ഉടൻ തന്നെ അയാളുടെ മുഖം വെളിപ്പെടും. അടുത്ത ദിവസം രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഇന്നലെ രാത്രി വാതിലിൻ്റെ അടുത്ത് കണ്ട ആ നിഴൽ എൻ്റെ മനസ്സിനെ കൂടുതൽ അസ്വസ്ഥനാക്കിയിരുന്നു. അതിൻ്റെ അർത്ഥം ആരോ എൻ്റെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നുണ്ട്. അതായത് കൊലയാളി വീടിൻ്റെ ഉള്ളിലുണ്ടെന്ന് മാത്രമല്ല, ഞാൻ അയാളുടെ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അയാൾക്കറിയാം. പ്രാതൽ കഴിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ സാധാരണ പോലെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. എന്നാൽ അവരുടെ മുഖങ്ങളിൽ തളർച്ചയും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. സുധാൻഷുവിൻ്റെ മരണശേഷം അന്തരീക്ഷം ഭാരമുള്ളതായി. മൃണാളിൻ്റെ കണ്ണുകൾ വീർത്തിരുന്നു. ദേവദത്ത് ഓരോ നിമിഷവും അസ്വസ്ഥനായി നടക്കുന്നു. അമ്മ എല്ലാവരെയും നിശബ്ദമായി നോക്കുന്നു, ഉള്ളിലെന്തോ ചിന്തിക്കുന്നത് പോലെ. പ്രാതലിന് ശേഷം ഞാൻ അജിത്തിനെ കൂട്ടി ഗോൾഡൻ റൂമിലേക്ക് പോയി. പകൽ വെളിച്ചം മുറിയിൽ പരന്നിരുന്നു. വിള്ളൽ കണ്ട തറയുടെ ഭാഗത്തേക്ക് ഞാൻ വീണ്ടും നോക്കി. അജിത്തിനോട് പറഞ്ഞു, ഇതിന് താഴെ എന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ശ്രമിച്ചു നോക്കാം. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് തറയിലെ കല്ല് നീക്കാൻ ശ്രമിച്ചു. ആദ്യം അത് അനങ്ങില്ല എന്ന് കരുതിയെങ്കിലും ശക്തി കൊടുത്തപ്പോൾ പതുക്കെ അത് നീങ്ങി. അടിയിൽ ഇരുട്ട് കണ്ടു. താഴത്തെ നിലവറയിലേക്ക് പോകുന്ന ഒരു ഇടുങ്ങിയ പടിവാതിൽ അവിടെ ഉണ്ടായിരുന്നു. അജിത്ത് മന്ത്രിച്ചു, വ്യോംകേഷ്, ഇതൊരു രഹസ്യ വഴി തന്നെയാണല്ലോ. ഒരുപക്ഷെ കൊലയാളി ഈ വഴിയായിരിക്കും വന്നു പോകുന്നത്. ഞാൻ പറഞ്ഞു, വെറുമൊരു സാധ്യതയല്ല അജിത്ത്, എനിക്കുറപ്പാണ്. അതുകൊണ്ടാണ് മുറി എപ്പോഴും ഉള്ളിൽ നിന്നും അടച്ച നിലയിൽ കാണപ്പെടുന്നത്. കൊലയാളി ജനലിലൂടെയോ വാതിലിലൂടെയല്ല, ഈ നിലവറ വഴിയാണ് രക്ഷപ്പെടുന്നത്. ഞങ്ങൾ രണ്ടുപേരും സൂക്ഷ്മതയോടെ താഴേക്കിറങ്ങി. പടികൾ പൊടി പിടിച്ചു കിടക്കുകയാണ്. താഴെ എത്തിയപ്പോൾ നീളമുള്ള ഒരു ഇടനാഴി കണ്ടു. വായുവിൽ പഴകിയ മണമായിരുന്നു. ഭിത്തികളിൽ ഈർപ്പം തട്ടിയിരുന്നു.
വർഷങ്ങളായി ഉപയോഗിക്കാത്തൊരു സ്ഥലമാണിതെന്ന് തോന്നി. എന്നാൽ തറയിലെ കാൽപ്പാടുകൾ അടുത്തിടെ ആരോ അവിടെ വന്നു എന്ന് തെളിയിക്കുന്നുണ്ട്. ഇടനാഴി മുന്നോട്ട് പോയി 2 ഭാഗങ്ങളായി പിരിഞ്ഞു. ഒരു വഴി പൂന്തോട്ടത്തിലേക്കും മറ്റൊന്ന് കൊട്ടാരത്തിൻ്റെ പിൻഭാഗത്തേക്കുമായിരിക്കാം. ഞങ്ങൾ ആദ്യം 1ാമത്തെ വഴി തിരഞ്ഞെടുത്തു. മുന്നോട്ട് പോയപ്പോൾ ഒരു ഇരുമ്പ് വാതിൽ കണ്ടു. അത് ഉള്ളിൽ നിന്നും അടച്ചിരിക്കുകയാണ്. കൂട്ടിൽ പൊടിയില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഈ വഴി അടുത്തിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അജിത്തിനോട് പറഞ്ഞു, ഇവിടെ നിന്നും കൊലയാളി പുറത്തേക്ക് പോയിട്ടുണ്ടാകാം, പിന്നെ തിരികെ വന്നിട്ടുണ്ടാകാം. ഇതാണ് അയാളുടെ ബുദ്ധി. 2ാമത്തെ വഴി പോയപ്പോൾ അത് കൊട്ടാരത്തിലെ അടുക്കളയുടെ അടുത്താണ് തുറക്കുന്നതെന്ന് കണ്ടു. അതായത് കൊലയാളിക്ക് എവിടെ നിന്നും വന്നു പോകാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഞാൻ 2 വഴികളും പരിശോധിച്ച് മുകളിലേക്ക് തിരിച്ചു വന്നു. ആരോടും സംശയം തോന്നാതിരിക്കാൻ ഞാൻ ആ കല്ല് പഴയതുപോലെ വച്ചു. ഉച്ചയ്ക്ക് ഞാൻ സ്വീകരണ മുറിയിലെത്തിയപ്പോൾ കുടുംബാംഗങ്ങൾ എന്തോ രഹസ്യം മന്ത്രിക്കുന്നത് കണ്ടു. എന്നെ കണ്ടയുടൻ അവർ നിശബ്ദരായി. ഞാൻ സാധാരണ പോലെ പറഞ്ഞു, ഞാനിന്ന് പോലീസിനെ വിളിക്കാൻ പോവുകയാണ്. ഇനി ഈ കാര്യം മറച്ചു വയ്ക്കുന്നത് അപകടമാണ്. ദേവദത്തിൻ്റെ അമ്മ പെട്ടെന്ന് പറഞ്ഞു, വേണ്ട, പോലീസ് വന്നാൽ ഞങ്ങളുടെ പേര് ചീത്തയാകും. ഞങ്ങളുടെ വീട്ടിൽ അശുഭശക്തികളുണ്ടെന്ന് ആളുകൾ പറയും. ഞാൻ ശാന്തമായി പറഞ്ഞു, അമ്മേ, നിങ്ങൾ സത്യത്തെ ഭയപ്പെട്ടാൽ കൊലയാളിക്ക് കൂടുതൽ ധൈര്യം വരും. ഇതുവരെ 2 ജീവൻ പോയി. അടുത്തത് ആരുടെ ഊഴമാണെന്ന് അറിയില്ല. പേര് രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കുടുംബാംഗങ്ങളുടെ ജീവൻ പണയം വെക്കുമോ? എൻ്റെ കടുത്ത വാക്കുകൾ എല്ലാവരെയും നിശബ്ദരാക്കി. അവസാനം ദേവദത്ത് സമ്മതിച്ചു. ശരി, പോലീസിനെ വിളിക്കൂ. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം. സത്യം പുറത്തു വരുമെന്നും എന്നാൽ വെറുതെ ആരെയും കുറ്റപ്പെടുത്തില്ലെന്നും ഞാൻ വാഗ്ദാനം നൽകി. അന്ന് വൈകുന്നേരം ഞാൻ പൂന്തോട്ടത്തിൽ നടക്കുകയാണ്. അപ്പോഴാണ് മൃണാള് എൻ്റെ അടുത്തേക്ക് വന്നത്. അവരുടെ മുഖത്ത് വലിയ ആശങ്കയുണ്ടായിരുന്നു. അവർ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, വ്യോമകേഷ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ ഇത് നമുക്കിടയിൽ മാത്രമായിരിക്കുമെന്ന് വാക്ക് നൽകണം. ഞാൻ പറഞ്ഞു, സത്യവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഞാൻ വാക്ക് നൽകുന്നു. അവർ ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു, സുധാൻഷു ഈ അടുത്ത കാലത്തായി വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. അവൻ രാത്രികളിൽ ഉറങ്ങാതെ ആരോടെങ്കിലും രഹസ്യമായി സംസാരിക്കുകയും ചിലപ്പോൾ പേടിച്ചതുപോലെ തോന്നിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ പലതവണ ചോദിച്ചെങ്കിലും അവൻ ഒഴിഞ്ഞു മാറി. അവൻ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിച്ചു, ആരുടെ സമ്മർദ്ദമാണെന്ന് നിങ്ങൾക്ക് വല്ല ഊഹവുമുണ്ടോ? അവർ തലയാട്ടി. ഇല്ല, പക്ഷെ ഒരിക്കൽ രാത്രി അവൻ നിലവറയുടെ ഭാഗത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ചോദിച്ചപ്പോൾ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. എനിക്കെന്ന് സംശയം തോന്നിയിരുന്നു, പക്ഷേ ഞാനത്ര കാര്യമാക്കിയില്ല. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലെ പല കാര്യങ്ങളും കൂട്ടിയോജിപ്പിക്കപ്പെട്ടു. അതായത് സുധാൻഷുവിന് ആ രഹസ്യ വഴിയെക്കുറിച്ച് അറിയാമായിരുന്നു. ഒരുപക്ഷെ ആ വഴിയിലൂടെ ആയിരിക്കാം അയാളുടെ മരണം സംഭവിച്ചത്. രാത്രിയായപ്പോൾ കൊട്ടാരത്തിലെ അന്തരീക്ഷം കൂടുതൽ ഭാരമുള്ളതായി. പോലീസ് എത്തി ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഇൻസ്പെക്ടർ ഘോഷൽ എന്നോട് പറഞ്ഞു, വ്യോമകേഷ്, ഇതൊരു സങ്കീർണമായ കേസാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ പക്ഷെ കൊലയാളി വളരെ ബുദ്ധിമാനാണ്. അയാളെ കൊടുക്കാൻ നമുക്ക് ക്ഷമ വേണം. അന്ന് രാത്രി ഞാൻ ഉറങ്ങാനിരുന്നു. കൊട്ടാരത്തിൻ്റെ ഇടനാഴിയിൽ ആരോ പതുക്കെ നടക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ പൂന്തോട്ടത്തിൻ്റെ മൂലയിൽ ഒരു നിഴൽ നിൽക്കുന്നത് കണ്ടു. അത് പതുക്കെ നടന്ന് ഇരുട്ടിൽ അപ്രത്യക്ഷമായി. കളി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. കൊലയാളി ഇപ്പോൾ എൻ്റെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നുണ്ട്. പൂന്തോട്ടത്തിൽ കണ്ട ആ നിഴൽ എൻ്റെ മനസ്സിൽ പുതിയ സംശയങ്ങളുണ്ടാക്കി. അർദ്ധരാത്രിയിലായിരിക്കാം അവിടെ നടക്കുന്നത്. അതൊരു വേലക്കാരനാണെങ്കിൽ എന്തിനാണ് ഇത്ര രഹസ്യമായി നടക്കുന്നത്? ഇനി കുടുംബത്തിലെ ആരെങ്കിലുമാണോ? എങ്കിലവൻ ഇരുട്ടിൻ്റെ മറവിൽ ആരെയാണ് കാണാൻ പോയത്? രാവിലെ തന്നെ ഞാൻ അജിത്തിനെ വിളിച്ചു പറഞ്ഞു, അജിത്ത്, ഇന്ന് നമുക്ക് ഈ ഭവനത്തിൽ താമസിക്കുന്ന എല്ലാവരെയും നിരീക്ഷിക്കേണ്ടതുണ്ട്. അതിഥികളായാലും വേലക്കാരായാലും കൊലയാളി ഉടൻ തന്നെ മറ്റൊരു നീക്കം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നു. അജിത്ത് തലയാട്ടി സമ്മതിച്ചു. അജിത്തിൻ്റെ ആവേശം പഴയതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, വ്യോമകേഷ്, ഈ കേസ് ശരിക്കും രസകരമായി വരികയാണല്ലോ. കൊലയാളി തന്നെ താൻ ഒരുക്കുന്ന വലയിൽ കുടുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു, രസകരമാണ്. പക്ഷേ ഓർക്കുക അജിത്ത്, ഇനി ഇത് ജീവിതവും മരണവും തമ്മിലുള്ള കളിയാണ്. ഒരു തെറ്റ് പോലും സംഭവിക്കാൻ പാടില്ല. പ്രാതൽ കഴിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ഇപ്പോഴും സമ്മർദ്ദത്തിലാണെന്ന് ഞാൻ കണ്ടു. ദേവദത്തിൻ്റെ അമ്മ നിശബ്ദമായി കഴിക്കുന്നു. അവരുടെ കണ്ണുകളിൽ എന്തോ വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. മൃണാളിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ വാതിലിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ദേവദത്ത്, നിങ്ങളുടെ വീട്ടിൽ കുറേ തലമുറകളായി ജോലി ചെയ്യുന്ന പഴയ വേലക്കാർ ആരെങ്കിലും ഉണ്ടോ?
ദേവദത്ത് ചിന്തിച്ചു പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് ബിരിജു എന്നൊരു പഴയ വേലക്കാരനുണ്ട്. അച്ഛൻ്റെ കാലം മുതൽ ഇവിടെയുണ്ട്. വയസ്സായെങ്കിലും ഇപ്പോഴും വീട്ടുജോലികളിൽ സഹായിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് അയാളെ ഒന്ന് കാണണം. കുറച്ചു കഴിഞ്ഞപ്പോൾ ബിരിജുവിനെ കൊണ്ടുവന്നു. മെലിഞ്ഞ ശരീരം, വളഞ്ഞ നട്ടെല്ല്, നരച്ച മുടി. അയാളുടെ കണ്ണുകളിൽ അനുഭവസമ്പത്തും ഭയവും ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ബിരിജു, നീ കുറേ വർഷങ്ങളായി ഇവിടെയുണ്ടല്ലോ, നിനക്ക് എന്തു തോന്നുന്നു? ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ കാരണം? ബിരജു വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, അത് സാർ, ഈ വീട് വളരെ പഴയതാണ്. ഇതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നിധി ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അവിടെ അശുഭശക്തികളുണ്ടെന്ന് പലരും പറയും. രാത്രിയിൽ പലപ്പോഴും ഞാൻ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഉടൻ ചോദിച്ചു, എങ്ങനെയുള്ള ശബ്ദങ്ങൾ? അയാൾ പറഞ്ഞു, ആരോ ഇരുമ്പ് ചങ്ങലകൾ വലിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഭാരമുള്ള എന്തോ വലിച്ചയക്കുന്നത് പോലെ. ഇത് കേട്ടപ്പോൾ ഞാൻ ജാഗ്രത പാലിച്ചു. തറയിൽ പോറലുകൾ കണ്ടപ്പോൾ ഞാനും ഇതേ ശബ്ദം സങ്കല്പിച്ചിരുന്നു. ബിരജു സത്യമാണ് പറയുന്നത്. ഞാൻ അയാളോട് പറഞ്ഞു, നിനക്ക് സത്യമറിയാമെങ്കിൽ എന്നോട് പറയൂ. ഇവിടെ അശുഭശക്തികളൊന്നുമില്ല. ഇതെല്ലാം മനുഷ്യൻ്റെ കളികളാണ്. ബിരജു കുറച്ചു നേരം നിശബ്ദനായി നിന്നിട്ട് പറഞ്ഞു, സാർ, രാത്രിയിൽ ആരോ രഹസ്യമായി നിലവറയിലേക്ക് പോകുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷേ മുഖം വ്യക്തമായി കണ്ടിട്ടില്ല. പേടിച്ചിട്ട് പുറകെ പോകാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട അറിവായിരുന്നു. എൻ്റെ സംശയങ്ങൾ ശരിയായ ദിശയിലാണ് പോകുന്നത്. ഉച്ചയ്ക്ക് ഞാൻ പോലീസ് ഇൻസ്പെക്ടർ കോശലുമായി സംസാരിച്ചു. നിലവറയിൽ നിരീക്ഷണം വേണമെന്ന് ഞാൻ പറഞ്ഞു. കൊലയാളി ആ വഴിയാണ് വരുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. ഇൻസ്പെക്ടർ ചോദിച്ചു, വഴി കണ്ടെത്തിയാലും തെളിവെങ്ങനെ കിട്ടും? ഞാൻ മറുപടി നൽകി, കൊലയാളി അടുത്ത നീക്കം നടത്തുന്നതുവരെ നമുക്ക് നേരിട്ട് തെളിവ് ലഭിക്കില്ല. അയാളെ പിടികൂടാൻ നമുക്ക് കാത്തിരിക്കണം. വൈകുന്നേരം കൊട്ടാരത്തിൽ തിരക്കുണ്ടായിരുന്നു. ചില അതിഥികൾ പേടിച്ച് നേരത്തെ തന്നെ പോയി. ബാക്കിയുള്ളവരുടെ മുഖത്ത് ആശങ്കയുണ്ട്. ഞാൻ എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. മൃണാൾ ഇടയ്ക്കിടെ തനിച്ചെവിടെയോ പോയി വരുന്നു. ദേവദത്ത അസ്വസ്ഥനായി നടക്കുന്നു. അമ്മ ഇപ്പോഴും സംസാരിക്കുന്നത് കുറവാണ്. രാത്രിയിൽ ഞാൻ അജിത്തിനൊപ്പം ഒരു പ്ലാൻ തയ്യാറാക്കി. ഇന്ന് രാത്രി ഗോൾഡൻ റൂമിൽ ഒളിഞ്ഞിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. കൊലയാളി വീണ്ടും അങ്ങോട്ട് വരികയാണെങ്കിൽ പിടികൂടാം. ഞങ്ങൾ വിളക്കുകൾ അണച്ച് തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്നു. നിശബ്ദത പടർന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ തറയിലെ ആ കല്ല് പതുക്കെ നീങ്ങി. രഹസ്യവഴി തുറക്കുകയാണ്. ഞാനും അജിത്തും ശ്വാസം അടക്കി പിടിച്ചു നിന്നു. താഴെ നിന്നും ആ കറുത്ത നിഴൽ പതുക്കെ മുകളിലേക്ക് വന്നു. കയ്യിലൊരു കുപ്പിയുണ്ടായിരുന്നു. അയാൾ കുപ്പിയിൽ നിന്നും ഗ്ലാസ്സിലേക്ക് എന്തോ ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി വീണ അയാളുടെ കയ്യിൽ പിടിച്ചു. അയാൾ ഞെട്ടിപ്പോയി. രക്ഷപ്പെടാൻ ശ്രമിച്ചു. അജിത്തും ഓടി വന്നു. ഞങ്ങൾ അയാളെ പിടികൂടി. വെളിച്ചം തെളിച്ചു നോക്കിയപ്പോൾ അത് മാധവ് എന്ന വേലക്കാരനായിരുന്നു. ബഹളം കേട്ട് ദേവദത്തും മറ്റുള്ളവരും ഓടി വന്നു. ദേവദത്ത് അലറി, മാധവ്, നീയാണോ ഇത്? മാധവിൻ്റെ മുഖത്ത് വിയർപ്പായിരുന്നു. അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിർബന്ധിതനായിരുന്നു. ഞാൻ കടുത്ത സ്വരത്തിൽ ചോദിച്ചു, ആരാണ് നിന്നെ നിർബന്ധിച്ചത്? സത്യം പറയൂ, ഇല്ലെങ്കിൽ ഇപ്പോൾ നിന്നെ പോലീസിന് കൈമാറും. മാധവ് നിശബ്ദനായി നിന്നു. അയാളുടെ കണ്ണുകളിൽ ഭയമായിരുന്നു. ആരോടോ ഉള്ള പേടി കാരണം അയാൾ പേര് പറയാൻ മടിക്കുന്നുവെന്ന് എനിക്ക് തോന്നി. ഞാൻ അയാളെ പോലീസിന് കൈമാറി. ഇൻസ്പെക്ടർ ഘോഷൽ അയാളെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ മനസ്സിലൊരു ചോദ്യം ബാക്കിയായി. മാധവ് തന്നെയാണോ യഥാർത്ഥ കൊലയാളി? അതോ അയാൾ ഒരു വലിയ കളിയുടെ കരു മാത്രമാണോ? അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. യഥാർത്ഥ മുഖം ഇനിയും പുറത്തു വരാനുണ്ടെന്ന് എനിക്ക് തോന്നി. മാധവിൻ്റെ അറസ്റ്റ് കൊട്ടാരത്തെ മുഴുവനും ഉലച്ചു. വേലക്കാർ പരിഭ്രമിച്ചു. കുടുംബാംഗങ്ങളുടെ മുഖത്ത് അത്ഭുതവും ഭയവും ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് സമാധാനമായില്ല. യഥാർത്ഥ കളി മറ്റാരുടെയോ കൈകളിലാണെന്ന് എനിക്ക് തോന്നി. മാധവ് വെറുമൊരു കരുവാണ്. രാവിലെ ഇൻസ്പെക്ടർ ഘോഷൽ കാണാൻ വന്നു. മാധവിനെ ചോദ്യം ചെയ്തെന്നും അയാൾ മദ്യത്തിൽ വിഷം കലർത്തിയത് സമ്മതിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അയാളത് മറ്റാരോ പറഞ്ഞതുകൊണ്ടാണ് ചെയ്തത്. പേര് പറഞ്ഞാൽ തൻ്റെ ജീവൻ പോകുമെന്ന് അയാൾ ഭയപ്പെടുന്നു. ഞാൻ പറഞ്ഞു, അതായത് ഇൻസ്പെക്ടർ, ആ വ്യക്തി കൊട്ടാരത്തിൽ തന്നെയുണ്ട്. അയാൾ വളരെ ശക്തനുമാണ്. മാധവിനെ തൽക്കാലം തുറന്നുവിടാമെന്ന് ഞാൻ നിർദ്ദേശിച്ചു. പുറത്താണെങ്കിൽ കൊലയാളി അയാളെ വകവരുത്താൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് കൊലയാളിയെ പിടികൂടാം. ഇതൊരു അപകടകരമായ പ്ലാനാണെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, പക്ഷെ ഇരയെ പിടിക്കാൻ ഇരയെ തന്നെ ഉപയോഗിക്കേണ്ടി വരും.
വൈകുന്നേരം കൊട്ടാരത്തിലെ അന്തരീക്ഷം വിചിത്രമായി. മാധവ് അറസ്റ്റിലായതോടെ എല്ലാവരും സമാധാനത്തിലായിരുന്നു. എന്നാൽ ഇതൊരു വലിയ കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തതയാണെന്ന് എനിക്കറിയാമായിരുന്നു. രാത്രിയിൽ ഞാനും അജിത്തും നിലവറയിലേക്കുള്ള വഴിയിൽ കാവൽ നിന്നു. അർദ്ധരാത്രിയായപ്പോൾ ഒരു നിഴൽ നിലവറയിലേക്ക് പോകുന്നത് കണ്ടു. അത് ദേവദത്തിൻ്റെ അമ്മയായിരുന്നു. പതുക്കെ നടന്നിരുന്ന ശാന്തമായ ആ അമ്മ എന്തിനാണ് അർദ്ധരാത്രിയിൽ നിലവറയിലേക്ക് പോകുന്നത്? ഞങ്ങളവരെ പിന്തുടർന്നു. അവർ ഒരു ഇരുമ്പുവാതിൽ തുറന്ന് ഒരു ചെറിയ മുറിയിൽ കയറി. അവിടെ പഴയ പെട്ടികളുണ്ടായിരുന്നു. അതിലൊന്നിൽ നിന്നും ചില രേഖകൾ എടുത്ത് അവർ വായിച്ചു. അപ്പോൾ ദേവദത്തും അവിടെ എത്തി. അമ്മയോട് ആ രേഖകൾ വീണ്ടും നോക്കുകയാണോ എന്ന് അയാൾ ചോദിച്ചു. ആ രേഖകൾ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ എല്ലാം അവസാനിക്കുമെന്ന് അമ്മ പറഞ്ഞു. ഞാനും അജിത്തും ഇത് നോക്കി നിന്നു. കേസ് കൂടുതൽ സങ്കീർണമായി. ആ രേഖകൾ എന്തായിരിക്കും? അടുത്ത ദിവസം ഉച്ചയ്ക്ക് എല്ലാവരും തിരക്കിലായപ്പോൾ ഞാനും അജിത്തും ആ നിലവറയിലെ മുറിയിൽ കയറി. ആ പെട്ടിയിൽ നിന്നും ആ രേഖകൾ കണ്ടെടുത്തു. അത് കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥാവകാശ രേഖകളായിരുന്നു. ഈ ഭവനവും സ്വത്തുക്കളും സുധാൻശുവിൻ്റെ പേരിലുള്ളതാണെന്ന് അതിൽ വ്യക്തമായി എഴുതിയിരുന്നു. ദേവദത്തിനോ അമ്മയ്ക്കോ ഇതിൽ അവകാശമില്ല. അതായത് സുധാൻശു ഈ കാര്യമറിഞ്ഞാൽ തങ്ങൾക്ക് സ്വത്തുക്കൾ നഷ്ടപ്പെടുമെന്ന് ഭയന്ന് അവർ അയാളെ കൊലപ്പെടുത്തിയതാണ്. ഇത് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോഴേക്കും ദേവദത്ത് അങ്ങോട്ട് വന്നു. ഞങ്ങൾ ഒളിഞ്ഞിരുന്നു. അയാൾ ആ രേഖകൾ സുരക്ഷിതമാണോ എന്ന് നോക്കി തിരിച്ചുപോയി. ഇനി നമുക്കിവരെ നേരിട്ട് കൊടുക്കണം. വൈകുന്നേരം ഇൻസ്പെക്ടർ ഘോഷൽ എല്ലാവരെയും വിളിപ്പിച്ചു. ഞാൻ എല്ലാവരോടായി പറഞ്ഞു, ഈ കൊലപാതകങ്ങളുടെ പിന്നിലെ രഹസ്യം ഉടൻ വെളിപ്പെടും. ഈ സ്വത്തുക്കളുടെ യഥാർത്ഥ ഉടമ സുധാൻശു ആയിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ എൻ്റെ പക്കലുണ്ട്. ഇത് കേട്ടപ്പോൾ ദേവദത്ത് വിളറിപ്പോയി. മാധവ് ഉടൻ പറഞ്ഞു, ദേവദത്ത് പറഞ്ഞിട്ടാണ് ഞാൻ വിഷം കലർത്തിയത്. ദേവദത്ത് അത് നിഷേധിച്ചെങ്കിലും ഞാൻ അയാളോട് പറഞ്ഞു, ഇന്നലെ രാത്രി നിങ്ങൾ നിലവറയിൽ പോയി ആ രേഖകൾ പരിശോധിക്കുന്നത് ഞാൻ കണ്ടു. സ്വത്തിനു വേണ്ടി നിങ്ങൾ സ്വന്തം ബന്ധുവിനെ കൊന്നു. അമ്മ ഇത് കേട്ട് പറഞ്ഞു, അതെ, ഞങ്ങളത് ചെയ്തു. ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൊട്ടാരമാണ്. അവൻ മാത്രം കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ലാഭത്തിനു വേണ്ടി സ്വന്തം രക്തത്തെ കൊന്നത് വലിയ കുറ്റമാണെന്ന് ഞാൻ പറഞ്ഞു. ഇൻസ്പെക്ടർ അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. മറുനാൾ കരഞ്ഞുപോയി. മാധവിനെയും പോലീസ് കൊണ്ടുപോയി. കൊട്ടാരത്തിലെ ഭയമകന്നു. അജിത്ത് ചോദിച്ചു, ഇത്രയും ക്രൂരമാകാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു? ഞാൻ പറഞ്ഞു, സ്വത്തുമോഹം മനുഷ്യനെ അന്ധനാക്കും. അടുത്ത ദിവസം ഞങ്ങൾ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി. ആ രഹസ്യം പരിഹരിക്കപ്പെട്ടു. പക്ഷേ മനുഷ്യൻ എത്രത്തോളം മതം പതിക്കുമെന്ന ചിന്ത എന്നെ അലട്ടി. കൊട്ടാരത്തിൻ്റെ ഐശ്വര്യം പലരെയും അന്ധരാക്കി. പക്ഷെ ഒടുവിൽ സത്യം വിജയിച്ചു. മറുനാളിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ട്രെയിനിൽ കയറി. അജിത്ത് ചോദിച്ചു, ദേവദത്ത് കൊലപാതകയായിരുന്നിട്ടും എന്തിനാണ് നിങ്ങളെ അന്വേഷണത്തിന് വിളിച്ചത്? അത് കേട്ട വ്യോംകേഷ് പറഞ്ഞു, അതിന് ചില മനഃശാസ്ത്രപരമായ കാരണങ്ങളും തന്ത്രങ്ങളും ഉണ്ടായിരുന്നു. വീട്ടിൽ തുടർച്ചയായി മരണങ്ങൾ നടക്കുമ്പോൾ വീട്ടുകാരനായ താൻ തന്നെ ഒരു പ്രശസ്ത ഡിറ്റക്റ്റീവിനെ അന്വേഷിക്കാൻ വിളിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു മാർഗമായി ദേവദത്ത് കണ്ടു. ഞാൻ കുറ്റവാളിയാണെങ്കിൽ പിന്നെ എന്തിനെ ഒരു ഡിറ്റക്റ്റീവിനെ വിളിക്കണം എന്ന് ആളുകൾ ചിന്തിക്കുമെന്ന് അയാൾ കരുതി. വ്യോംകേഷ് ബക്ഷിയെപ്പോലെ ഒരാൾ വീട്ടിലുണ്ടാകുമ്പോൾ അന്വേഷണം തൻ്റെ നിയന്ത്രണത്തിൽ നിർത്താമെന്നും തെളിവുകൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ വേലക്കാരനായ മാധവനെ പോലെയുള്ള മറ്റൊരാളിലേക്ക് കുറ്റം ചാരുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കാനോ കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചു. കൊട്ടാരത്തിലെ അശുഭശക്തികളോ ഭൂതപ്രേതങ്ങളോ ഉണ്ടെന്ന വാർത്തകൾ പരന്നിരുന്നു. ഇത് കുടുംബത്തിൻ്റെ അന്തസ്സിനെ ബാധിക്കുമെന്നതിനാൽ അതൊക്കെ വെറും തോന്നലാണെന്ന് ഒരു പ്രമുഖ വ്യക്തിയെക്കൊണ്ട് പറയിപ്പിക്കുക എന്നതും അയാളുടെ ലക്ഷ്യമായിരുന്നു. താൻ ഒരുക്കി അടച്ചിട്ട മുറിയിലെ കൊലപാതകം ആർക്കും കണ്ടുപിടിക്കാനാവില്ലെന്ന അമിത വിശ്വാസം ദേവദത്തിലുണ്ടായിരുന്നു. വ്യോംകേശിനെ പോലും തനിക്ക് തോൽപ്പിക്കാനാകുമെന്ന് അയാൾ അഹങ്കരിച്ചു. തൻ്റെ കൂട്ടുപ്രതിയായ വേലക്കാരൻ മാധവ് എപ്പോഴെങ്കിലും പേടിച്ച് സത്യം പറയുമോ എന്ന് ദേവദത്തിന് പേടിയുണ്ടായിരുന്നു. വ്യോംകേശിൻ്റെ മുന്നിൽ വെച്ച് തന്നെ മാധവിനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചാൽ താൻ സുരക്ഷിതനാകുമെന്ന് അയാൾ പ്ലാൻ ചെയ്തിരുന്നു. അതായത് വേട്ടക്കാരൻ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തി താൻ നിരപരാധിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു തന്ത്രമായിരുന്നു ദേവദത്ത് നടത്തിയത്. വീണ്ടും അജിത്ത് അടുത്ത സംശയം ചോദിച്ചു, അല്ല, സ്വന്തം മകനെ കൊല്ലാൻ അമ്മ വരെ കൂട്ടുനിന്നില്ലേ? ചേട്ടൻ പോട്ടെ, അമ്മയും കൂട്ടുനിന്നില്ലേ? അതെന്തിനാണ്? അത് കേട്ട വ്യോമകേഷ് പറഞ്ഞു, സത്യമാണ്, അതൊരു ദാരുണമായ കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ആ കൂറ്റൻ കൊട്ടാരവും അതിനോട് ചേർന്നുള്ള വിലമതിക്കാനാവാത്ത സ്വത്തുക്കളും കൈവിട്ടു പോകുമെന്ന ഭയമായിരുന്നു അമ്മയ്ക്ക്.
രേഖകൾ പ്രകാരം സ്വത്തിൻ്റെ യഥാർത്ഥ അവകാശി സുധാൻഷു ആയിരുന്നു. സുധാൻഷു ജീവിച്ചിരുന്നാൽ തനിക്കും മൂത്ത മകനായ ദേവദത്തിനും ആ സ്വത്തിന്മേൽ അധികാരമുണ്ടാവില്ലെന്ന് അവർ മനസ്സിലാക്കി. ആ തറവാട് ഭരിക്കുന്നത് താനായിരിക്കണമെന്ന കടുത്ത വാശി ആ അമ്മയ്ക്കുണ്ടായിരുന്നു. സുധാൻഷു കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയതോടെ അയാൾ അധികാരം പിടിച്ചെടുക്കുമെന്ന് അവർ ഭയന്നു. തൻ്റെ ആജ്ഞാനുസരണം നിൽക്കുന്ന ദേവദത്തിനേക്കാൾ സ്വന്തം അവകാശങ്ങൾ ചോദിച്ചു തുടങ്ങിയ സുധാൻഷു അവർക്ക് തടസ്സമായി തോന്നി. തൻ്റെ കുടുംബം തെരുവിലാകുമെന്നും പാരമ്പര്യം നഷ്ടപ്പെടുമെന്നുള്ള അന്ധമായ ചിന്ത അവരെ ഒരു കൊലപാതകിയാക്കി മാറ്റി. ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൊട്ടാരമാണ്. പുറത്തു നിന്നും ഒരാൾ സ്വന്തം മകനാണെങ്കിൽ പോലും ഇത് കൊണ്ടുപോകുന്നത് എങ്ങനെ സഹിക്കും എന്ന അവരുടെ വാക്കുകൾ ഈ ക്രൂരമായ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. ചുരുക്കത്തിൽ രക്തബന്ധത്തേക്കാൾ വില അവർ കൽപ്പിച്ചത് മണ്ണിനും പൊന്നിനുമായിരുന്നു. അതുകൊണ്ടാണ് സ്വന്തം മകൻ്റെ ജീവനെടുക്കാൻ പോലും അവർ മടിക്കാതെ ദേവദത്തിന് ഒത്താശ ചെയ്തത്. ഇതൊരു വലിയ ജീവിതപാഠമാണ്. അമിതമായ ലോഭവും സ്വാർത്ഥതയും മനുഷ്യനെ എത്രത്തോളം അധം പതിപ്പിക്കുമെന്നതിൻ്റെ തെളിവാണ് ഇത്. അടുത്ത ദിവസം പത്രത്തിൽ ഞങ്ങളുടെ വാർത്ത വന്നു. അജിത്ത് പറഞ്ഞു, നമ്മൾ ഹീറോസായി. പക്ഷേ സത്യം പുറത്തു വന്നതും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടതുമാണ് എനിക്ക് വലുതെന്ന് ഞാൻ പറഞ്ഞു. ഇരുട്ട് എത്ര വലുതായാലും വെളിച്ചം വിജയിക്കും. മോഹൻ മൊയ്നാക്ക് രഹസ്യം ഇപ്പോൾ എൻ്റെ പുറകിലായി. പക്ഷെ അതിൻ്റെ പാഠങ്ങൾ എന്നും കൂടെ ഉണ്ടാകും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കഥ. ഇന്നത്തെ കഥയിൽ സ്വത്തിനും പണത്തിനും വേണ്ടി സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ടാവാം, കണ്ടിട്ടുണ്ടാവാം. പ്രശ്നങ്ങളും വഴക്കുകളും എല്ലാം ഉണ്ടാകുന്നത്. എന്താല്ലേ, അവർക്കൊരു പാഠമാണ് ഇങ്ങനെയുള്ള കഥകൾ. എന്തായാലും വീണ്ടും പുതിയ കഥയുമായി വരാം. ലവ് യു ഓൾ, ബൈ.